അയാൾ പുറത്തിറങ്ങിയാൽ ഞങ്ങളെയും കൊല്ലും. രാത്രിയിൽ കണ്ണടയ്ക്കാൻ പോലും പേടിയാണ്. നെന്മാറ പോത്തുണ്ടിയിലെ ചെന്താമരയുടെ കൊലക്കത്തിക്കിരയായ സുധാകരൻ്റെയും സജിതയുടെയും മക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് 1.5 വർഷമാകുന്നു. അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളി പുറത്തിറങ്ങിയാൽ പോത്തുണ്ടി എന്ന ഗ്രാമം വീണ്ടും ചോരക്കളമാകും. ആ കുടുംബം മാത്രമല്ല, ഒരു നാടും നാട്ടുകാരും നാളുകളായി കാത്തിരിക്കുന്നത് ചെന്താമരയ്ക്ക് കോടതി വിധിക്കാനിരിക്കുന്ന ശിക്ഷയ്ക്ക് വേണ്ടിയാണ്. അയാളിനി പുറത്തിറങ്ങരുത്, തൂക്കിക്കൊല്ലണം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി വരാൻ ഇനി തിങ്കളാഴ്ച വരെയുള്ള കാത്തിരിപ്പ്. എന്തായിരിക്കും ചെന്താമരയ്ക്കുള്ള ശിക്ഷ? ഇതോടൊപ്പം പത്തനംതിട്ട കോന്നിയിലെ 13കാരിയുടെ വ്യാജ പീഡന പരാതിയും അതിന് പിന്നിലെ ഗൂഢാലോചനയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രണയ നൈരാശ്യം കാരണം ഒരു 13കാരി നൽകിയ വ്യാജ പീഡന പരാതിയിൽ വെന്തുരുകിയത് 10 കുട്ടികളാണ്, അവരുടെ കുടുംബങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതി കിട്ടിയാൽ പോലീസ് 24 മണിക്കൂറിനുള്ളിൽ കേസെടുക്കണമെന്ന് നിയമമുണ്ട്. എന്നാൽ പരാതിയുടെ വസ്തുത പോലും പരിശോധിക്കാതെ സഹപാഠികളായ ആൺകുട്ടികളെ എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത്? പിന്നീട് കുട്ടികളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കോളറിന് കുത്തിപ്പിടിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നു. വ്യാജ പീഡന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് കസ്റ്റഡിയിലെടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത മറ്റൊരു യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. വ്യാജ പീഡന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പരിശോധിക്കുകയാണ്. യുടെ വ്യാജപീഡന പരാതിയിൽ പോലീസിനെതിരെ കൂടുതൽ പേരാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇല്ലാത്ത കേസിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ചെന്നും ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് രക്ഷിതാക്കളുടെ ആരോപണം. പോലീസ് കസ്റ്റഡിയിലെടുത്ത കുട്ടികളുടെ കോളറിൽ പിടിച്ച് മോശമായി പെരുമാറിയെന്നും പരാതിയുണ്ട്. പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളുടെ മാതാപിതാക്കളാണ് പോലീസിനെതിരെ രംഗത്തുവന്നത്. വ്യാജപീഡന പരാതിയിൽ കുട്ടികൾക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ബൈപ്പാസ് ചികിത്സ കഴിഞ്ഞ ഹൃദ്രോഗിയായ യുവാവ് ചികിത്സയിലാണ്. പോലീസിനെതിരെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGPക്കും യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ നടപടി വിവാദമായതോടെ DYFI CPM പ്രവർത്തകർ കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. വ്യാജപീഡന പരാതിയിൽ പെൺകുട്ടി മൊഴി മാറ്റിയതോടെയാണ് പോലീസ് വെട്ടിലായത്. വൈദ്യപരിശോധനയിൽ ലൈംഗിക അതിക്രമം നടന്നതായി കണ്ടെത്താനായില്ല. സാഹചര്യ തെളിവുകളും പെൺകുട്ടിക്ക് എതിരായി. ഇതോടെയാണ് കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിട്ടയച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. നെന്മാറ പോത്തുണ്ടിയിലെ ജനങ്ങൾ 1.5 വർഷത്തോളമായി കാത്തിരിക്കുന്നത് ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുന്ന ദിവസത്തിന് വേണ്ടിയാണ്. അയാൾ പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കാം. വീണ്ടും കൂട്ടക്കൊല നടത്താം. ഇരട്ട കൊലപാതക കേസിൽ ഭയം കാരണമാണ് പല സാക്ഷികളും കൂറുമാറിയത്. കുട്ടികൾക്ക് പേടി കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇനി വിധി കാത്ത് അടുത്ത തിങ്കളാഴ്ച വരെയുള്ള കാത്തിരിപ്പ്. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വിധി പറയുന്നത് മാറ്റിവെച്ചത്. 4 സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ചെന്താമരയ്ക്ക് ശിക്ഷ വാങ്ങി നൽകാൻ പര്യാപ്തമാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ചെന്താമര ഇനി പുറത്തിറങ്ങരുതെന്നും നിയമമനുശാസിക്കുന്ന വലിയ ശിക്ഷ കോടതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും മകൾ അഖില പറഞ്ഞു. നാടിനെ നടുക്കിയ കോളിളക്കം സൃഷ്ടിച്ച നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് പറയാനിരുന്ന വിധി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ജഡ്ജി മാറ്റിവെച്ചത്. കേസിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂട്ടർക്കുള്ളത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും
അനുകൂല വിധി ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷി വിസ്താരത്തിൽ 4 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ചെന്താമരയുടെ സഹോദരന്റെ ഭാര്യയും ഒരു ബന്ധുവും പ്രധാന സാക്ഷിയായിട്ടുള്ള മറ്റൊരാളും. എന്നാൽ ഈ കൂറുമാറ്റം കേസിനെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് എം വിജയകുമാർ പറയുന്നത്. കേസിൽ പരമാവധി ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൾറെഡി ഒരു കേസിൽ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പനിഷ്മെന്റ് കോടതി കൊടുക്കുന്നതാണ് വിശ്വാസം. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹമെന്ന് മരിച്ച സുധാകരന്റെ മകൾ അഖില പറഞ്ഞു. അഖിലയുടെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും കൊന്നത് ചെന്താമരയാണ്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ചെന്താമര എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവനും അത് ഭീഷണിയാണ്. ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ചെന്താമരയെ പോലെ ആരെങ്കിലും കണ്ടാൽ വലിയ പേടി തോന്നാറുണ്ടെന്നും ചെന്താമര ഇനി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും കോടതി നീതി നൽകണമെന്നും അഖില ആവശ്യപ്പെട്ടു. അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. 2025 ജനുവരി 27 നാടിനെ നടക്കിയ ഈ ഇരട്ടക്കൊലപാതകം നടന്നത്. 2019 സജിതയെ ചെന്താമര കൊന്നിരുന്നു. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി സജിതയുടെ ഭർത്താവ് സുധാകരനെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. തൻ്റെ കുടുംബം അകലാൻ കാരണം അടുത്ത വീട്ടിലെ നീണ്ട മുടിയുള്ള സ്ത്രീയാണെന്ന ഒരു അന്ധവിശ്വാസത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നലിനെ തുടർന്നാണ് ചെന്താമര ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ പരമാവധി ശിക്ഷ നൽകണമെന്നും ആണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നാട് കാത്തിരിക്കുന്ന ആ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. കഴിഞ്ഞ വിധി, അതായത് 2019 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചത്. ഈ ഇരട്ട കൊലപാതക കേസിൽ കോടതി ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക? ഈ ഒരു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ചെന്താമരയെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാകുമോ എന്നുള്ളതൊക്കെ തന്നെ അടുത്ത തിങ്കളാഴ്ച അറിയാം. എന്നാണെങ്കിലും കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ച പ്രസ്താവിക്കുമെന്നാണ് കോടതി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. അഖിലോട്ട് പറഞ്ഞപ്പം CB അനുമോദ്, ന്യൂസ് 18. ചെന്താമര എന്ന കൊടും ക്രിമിനൽ കാരണം കുപ്രസിദ്ധമായ സ്ഥലമാണ് നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനി. അയൽവാസികളായ സജിതയെയും ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര അരുംകൊല ചെയ്തപ്പോൾ വിറങ്ങലിച്ചു പോയതാണ് ഈ നാടിൻ്റെ മനസാക്ഷി. ചെന്താമരയെ പേടിച്ച് അയൽവാസിയായ പുഷ്പ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റി. ഇന്നിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ചെന്താമരയുടെയും സുധാകരൻ്റെയും ഒക്കെ വീടുകൾ ഈ നാടിനും നാട്ടുകാർക്കും പേടിപ്പിക്കുന്ന ഓർമ്മകളാണ്. ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇനി ഒരിക്കലും ചെന്താമര പുറത്തിറങ്ങരുത്. പോത്തുണ്ടിയിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി അന്തി ഉറങ്ങണമെങ്കിൽ ആ കൊടും ക്രിമിനലിന് തൂക്കുകയർ വിധിക്കണം. ചെന്താമരയുടെ പേരിൽ കുപ്രസിദ്ധമായ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇരട്ട കൊലപാതകം കേരളത്തെ മുഴുവൻ നടുക്കിയതാണ്. ആ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ആ കേസിൻ്റെ വിധി അത് പറയാനിരിക്കുകയാണ്. എന്താണെങ്കിലും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും അതിനു മുൻപ് സുധാകരൻ്റെ ഭാര്യ സജിതയെയൊക്കെ കൊന്നത് ചെന്താമരയാണ്. ആ ചെന്താമരയുടെ വീടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് ചെന്താമര ഒരു പേടിയാണ്, ഭീഷണിയാണ്. ചെന്താമരയുടെ ഭീഷണി ഭയന്ന് ഇവിടെ നിന്നും താമസം മാറിയവരുണ്ട്. അങ്ങനെ താമസം മാറിയ പുഷ്പയുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ സ്വന്തമായിട്ട് വീടും സ്ഥലവും ഉള്ള പുഷ്പ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കാരണം ഒന്ന് ചെന്താമര മാത്രമാണ്. ചെന്താമരയുടെ ഭീഷണി ഭയന്നാണ് പുഷ്പ ഇവിടെ നിന്നും താമസം മാറിയതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാരണം ജയിലിലാണെങ്കിലും ഒരുപക്ഷെ ജയിൽ ചാടി വന്നാൽ വീണ്ടും തൻ്റെ ജീവനൊക്കെ ഭീഷണി ഉണ്ടാകുമെന്ന് പുഷ്പ ഭയക്കുന്നുണ്ട്. ഇതാണ് മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീട്. സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും സജിതയുടെയും ഒക്കെ കൊലപാതകം നടന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് സുധാകരൻ കൊല്ലപ്പെട്ടത്. ഈ വഴി ബൈക്കിൽ വരുമ്പോൾ
ചെന്താമര അവിടെ നിന്നും വന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇവിടെ വെച്ചാണ് സുധാകരൻ കൊല്ലപ്പെട്ടത്. കുറച്ച് മുന്നോട്ട് നീങ്ങി വീടിന് മുൻപിൽ വെച്ചാണ് ഇത് കേട്ട് ഓടിയെത്തിയ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. അതിനുശേഷം ചെന്താമര ഇതുവഴി കാട്ടിലേക്ക് പോയി രക്ഷപ്പെടുകയായിരുന്നു. ഇതാണ് സുധാകരൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. സുധാകരൻ്റെ മക്കൾ ഇപ്പോൾ ചിതലയിലാണ് താമസം. അവരൊന്നും ഇവിടേക്ക് വരാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല എന്ന തീരുമാനത്തിലാണ് സുധാകരൻ്റെ മക്കളുള്ളത്. അങ്ങനെ ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിട്ട് ഈ ഒരു പ്രദേശം ഈ ഒരു കൊലപാതകത്തിന് ശേഷം മാറിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾക്കൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴും അവരുടെ നടുക്കം മാറിയിട്ടില്ല. പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ ആ ഒരു പേടിയാണ് ആദ്യം പങ്കുവെക്കുന്നത്. മാത്രമല്ല ഈ ഒരു നാട് ഒന്നാകെ ഇങ്ങനെ ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ശപിക്കപ്പെട്ട ഇടമായി മാറിയത് ചെന്താമര കാരണമാണെന്ന് അവർ ഒന്നായി പറയുന്നു. ഒപ്പം ചെന്താമരയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം, ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്, പരമാവധി ശിക്ഷ തന്നെ കിട്ടണമെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ചെന്താമര ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തിയതിന് അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം. അല്ലാണ്ട് വേറെ വിധി ഒന്നും അവന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയൊക്കെ മൊഴി പറയുന്നത്. അയാൾക്ക് ജയിൽ ശിക്ഷ ചെയ്യുന്ന അയാൾക്ക് തൂക്കി തന്നെ കൊടുക്കണം. അവൻ എന്തിനാണ് ഈ വഴിക്ക് വരുന്നത്? വരണ്ട അവൻ, അങ്ങനത്തുള്ള ആളാണ് അവൻ. പ്രതിയെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പ്രതിയെ ഞാൻ കൊന്നു, ഞാൻ ഇത്ര പേരിനെ കൊന്നുകൊണ്ട് പ്രതി സമ്മതിച്ച അവസ്ഥയ്ക്ക് തക്കതായ ഒരു ശിക്ഷ നിയമപീഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തക്കതായ ശിക്ഷ നിയമപീഠത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കോടതി ഇതെല്ലാം കണ്ട് ഈ കോടതിക്ക് മുമ്പാകെ എത്തിയ തെളിവുകളെല്ലാം കൃത്യമായി വിലയിരുത്തി ഈ കൊലപാതകം നടത്തിയ ചെന്താമരയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണം എന്ന് ഈ നാടൊന്നാകെ ആവശ്യപ്പെടുകയാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വീട്ടുമുറ്റത്ത് കളിച്ചും കുറുമ്പ് കാട്ടിയും നടന്നിരുന്ന ആകാശ് എന്ന 2 വയസ്സുകാരൻ അമ്മയുടെ 2ാം വിവാഹത്തോടെ തുടങ്ങിയതാണ് അവൻ്റെ ദുരിത ജീവിതം. മലപ്പുറം കാവുംപുറത്തെ തോട്ടിൽ ഒരു കുഞ്ഞു വീണ് മരിച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ആകാശിൻ്റെ കഥ കേട്ടത്. കർണാടക സ്വദേശികളായ ദമ്പതികളുടെ മകനാണ്. അവൻ്റെ അമ്മ ഭവാനിയുടെ 2ാം ഭർത്താവിനൊപ്പം തോട്ടിൽ കുളിക്കാൻ പോയപ്പോൾ കാൽ വഴുതി വീണ് മരിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. 2ാനച്ഛൻ സുരേഷിലേക്കാണ് സംശയമുണ്ട് നീളുന്നത്. കർണാടക സ്വദേശിനിയായ ഭവാനിയുടെ മകനാണ് മരിച്ച ആകാശ്. ഭവാനിയും 2ാം ഭർത്താവ് സുരേഷും കുട്ടിയോടൊപ്പം കാവുംപുറത്താണ് താമസിച്ചിരുന്നത്. 2 ദിവസം മുൻപ് ഇവർ താമസിക്കുന്ന കോട്ടേജിലുള്ള തോട്ടിൽ കുട്ടി വീണിരുന്നതായി പറയപ്പെടുന്നു. തോട്ടിൽ വീണതിന് ശേഷം കുട്ടി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയും ആരോഗ്യനില മോശമാവുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടി മരിക്കുന്ന സമയത്ത് 2ാനച്ഛനായ സുരേഷ് മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. അമ്മ ഭവാനി പ്രസവത്തെ തുടർന്ന് വിശ്രമത്തിലാണ്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമേ സാധിക്കൂവെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരൂർ. ഒരു പൊതുസ്ഥലത്ത് വെച്ച് നമ്മളോടൊരാൾ ദേഷ്യപ്പെടുകയാണ്. ഒരുപക്ഷെ അത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാം. ആ അപമാനഭാരം മനസ്സിൽ പകയായി വളരാം. എന്നാൽ അതിൻ്റെ പേരിൽ പ്രതികാര മനോഭാവവുമായി ജീവിക്കുകയാണെങ്കിലോ ഉറപ്പായും ചോരപൊടിയും കൊലപാതകം വരെ സംഭവിക്കും. ആ ദുരനുഭവം മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞാലോ സമാധാനത്തോടെ ജീവിക്കാന്നേ. എന്നാൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മനുവിൻ്റെ ജീവനെടുത്തത് ഒരു വാക്ക് തർക്കത്തിൻ്റെ കണക്ക് ചോദിക്കാൻ പോയപ്പോഴാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛനും 2 മക്കളും ഉൾപ്പെടെ 4 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്.
സ്വദേശിയായ പൊടിയൻ എന്ന് വിളിക്കുന്ന ബിജു, ഇയാളുടെ മക്കളായ അമ്പാടി, മിഥുൻ, ഇവരുടെ സുഹൃത്തായ 17-കാരൻ എന്നിവരാണ് കാഞ്ഞിരംകുളം പോലീസിന്റെ പിടിയിലായത്. രാത്രി 10:30 സംഭവം. കൊല്ലപ്പെട്ട മനുവിന്റെ വീട്ടിന്റെ മുന്നിൽ അമ്പാടി ഓടിച്ചു വന്ന ബൈക്കിന്റെ പെട്രോൾ തീർന്നു നിൽക്കുകയായിരുന്നു. പെട്രോൾ വാങ്ങി ഒഴിച്ച ശേഷം അമ്പാടി ബൈക്ക് റൈസ് ചെയ്തതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. ബൈക്കിന്റെ ശബ്ദം കേട്ടെത്തിയ മനുവും അമ്പാടിയുമായി വാക്കേറ്റത്തിലായി. തുടർന്ന് പിരിഞ്ഞുപോയെങ്കിലും അമ്പാടിയുടെ വീട്ടിലേക്ക് മനു കത്തിയുമായി എത്തി ബഹളമുണ്ടാക്കി. തുടർന്ന് നടന്ന വാക്കേറ്റത്തിലും കയ്യാങ്കളിക്കുമിടയിൽ മിഥുന്റെ കയ്യിൽ നിന്നും ചോര പൊടിഞ്ഞു. ഈ സമയം ബിജു ഇടപെടുകയും വാക്കേറ്റം കൂടുതൽ കയ്യാങ്കളിക്ക് ഇടവരുത്തുകയും ചെയ്തു. ഇതിനിടയിൽ മനുവിനും കുത്തേറ്റു. വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കഴിഞ്ഞു. ചോരയെ കുളിച്ച് കിടക്കാനാണ് കണ്ടത്. കണ്ട സമയത്തേക്ക് ഞാൻ പിന്നെ അവർക്ക് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. അത്ര അല്ലാതെ എനിക്ക് ആ സമയത്ത് ആരെ കൊണ്ടുവന്ന് കുറച്ച് പേരുണ്ടായിരുന്നു സാറേ. എനിക്ക് കണ്ടറിയാം, കറക്റ്റായിട്ട് അറിയില്ല. മനു അല്ലാതെ മനുവിന്റെ ചന്തു എന്ന് പറഞ്ഞൊരു പയ്യൻ അവിടെ മുകളിലുള്ള അവ ഉണ്ടായിരുന്നു. പിന്നെ ജയൻ എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഇവിടെ അപ്പം നിൽക്കുകയാണ് സ്പോട്ടിൽ. ആ സമയത്താണ് ഞാൻ വന്ന് കണ്ടത്. പരിക്കേറ്റ രണ്ടുപേരെയും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മനുവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആശുപത്രിയിൽ ഏറ്റുമുട്ടി. നെയ്യാറ്റിൻകരയിൽ നിന്ന് പോലീസ് എത്തിയായിരുന്നു ഇവരെ പിരിച്ചുവിട്ടത്. മനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഷൈജുവിന് എന്താണ് സംഭവിച്ചത്? യുവാവിന്റെ ദുരൂഹ മരണത്തിൽ സംശയം നീളുന്നത് അച്ഛൻ്റെ പെൺസുഹൃത്തിലേക്കാണ്. അവരുടെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ച ശേഷം അവശനിലയിലായ ഷൈജു ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. യുവാവിന്റെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതായി ആശുപത്രി അധികൃതർ പറയുന്നു. ഇതോടെയാണ് ബന്ധുക്കളിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മാരായമുട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഭാര്യയുടെ മരണത്തെ തുടർന്ന് ഷൈജുവിൻ്റെ അച്ഛൻ ഷാജി കീഴാറ്റൂർ സ്വദേശിനിയായ ഒരു യുവതിക്കൊപ്പമായിരുന്നു താമസം. ഷാജിയുടെ മൂത്ത മകൻ ഷൈജുവും ഇവരോടൊപ്പമായിരുന്നു. 2026 ഏപ്രിൽ 26 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ചികിത്സയിലിരിക്കെ ഷാജി മരിച്ചു. ആനാവൂരിലെ കുടുംബ വീട്ടിൽ ഷാജിയുടെ മൃതദേഹം എത്തിച്ച് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഷൈജു കീഴാരൂരിൽ അച്ഛനുമായി താമസിച്ചിരുന്ന വീട്ടിൽ പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ 19-ന് ആനാവൂരിലെ പിതൃ സഹോദരന്റെ വീട്ടിലെത്തിയ ഷൈജു താൻ അവശനാണെന്നും കീഴാരൂരിലെ വീട്ടിൽ നിന്ന് ലഭിച്ച ആഹാരം കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രശ്നമെന്നും പറഞ്ഞു. ഇവിടെ വെച്ച് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു ഷൈജു. മെഡിക്കൽ കോളേജിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയ ഷൈജുവിന്റെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിരുന്നു. ഈ വിവരം ആശുപത്രി അധികൃതർ മാരായമുട്ടം പോലീസിൽ അറിയിച്ചതോടുകൂടിയാണ് ബന്ധുക്കളിൽ സംശയം ഉടലെടുത്തത്. അച്ഛനും മകനും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതായാണ് ബന്ധുക്കളുടെ സംശയം. അച്ഛൻ്റെ ഉള്ളിലും വിഷം പോയി അച്ഛൻ മരിച്ചതാണ്. ഒരു മാസത്തിനകത്താവുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 19 തീയതിക്കകത്തായപ്പോഴത്തേക്ക് ചേട്ടന് ഒട്ടും വയ്യാതെ ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന് ഉള്ളിൽ വിഷം പെയ്യ് എന്നാണ് പറഞ്ഞത്. അവൻ എന്താണ് പെയ്യെന്ന് അവൻ നേരെ തിരിച്ച് പറഞ്ഞില്ല. വിഷത്തിൻ്റെ ഇത് അവൻ ആവശ്യത്തിലാണെന്ന് അവൻ പറഞ്ഞില്ല. പക്ഷേ എന്താ ഉള്ളി പെയ്യ് എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് ആവശ്യം പറഞ്ഞാൽ വിഷത്തിൻ്റെ അച്ഛൻ കുടിച്ചതിൻ്റെ അതേ അംശമാണ് അവൻ്റെ ഉള്ളിൽ പെയ്യെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് നമുക്കിപ്പം എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ അവനും മരിച്ചപ്പം ഒരു വിഷമത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുന്നത് സാറേ ഇത് കേസായിട്ട് എടുക്കണം. കേസായിട്ട് എടുത്ത് ഇത് എന്നതാണ് അന്വേഷിച്ചത് എന്തിനാണെന്ന് തെളിവ് കണ്ടുപിടിക്കുന്നത് സാറേ. അതേസമയം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം നടത്തുമെന്നും മാരായമുട്ടം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷ് വീണ്ടും കളത്തിലിറങ്ങുകയാണോ? അനീഷിൻ്റെ പേര് കേട്ടാൽ പേടിച്ചിരുന്നൊരു കാലമുണ്ട്. അയാളുടെ പേര് പറഞ്ഞ് കൂട്ടാളികൾ നാട്ടിൽ വീണ്ടും ഭീതി വിതയ്ക്കാൻ ശ്രമിക്കുന്നു. ഭീഷണിയും അതിക്രമവും കാണിച്ച് ഗുണ്ടാ പിരിവും അക്രമവും അഴിച്ചുവിടുന്നു. നെടുമ്പാശ്ശേരിയിലെ ഒരു സ്പായിൽ കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഗുണ്ടാ പിരിവ് നടത്തുകയും ചെയ്ത കേസിൽ അനീഷ് പോലീസിൻ്റെ പിടിയിലായി. അനീഷിനൊപ്പം ഇയാളുടെ പ്രധാന കൂട്ടാളികളായ അജിത്ത്, പ്രേംജിത്ത് എന്നിവരെയും അറസ്റ്റ് ചെയ്തു.
നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്പായിലെ ജീവനക്കാരാണ് മരട് അനീഷിനും സംഘത്തിനുമെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. മരട് അനീഷിന്റെ ചിത്രം കാണിച്ചു ഭയപ്പെടുത്തി സ്പായിൽ നിന്ന് പണപ്പിരിവ് നടത്താൻ സംഘം ശ്രമിച്ചതായാണ് പരാതി. ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ച ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കു നേരെ അതിക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. ജീവനക്കാരുടെ പരാതിയിൽ ഉടൻ തന്നെ ഇടപെട്ട നെടുമ്പാശ്ശേരി പോലീസ് മരട് അനീഷിനെയും കൂട്ടാളികളായ അജിത്, പ്രേംജിത്ത് എന്നിവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം മൈസൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് അനീഷും സംഘവും പിടിയിലായത്. കേരളത്തിലെയും പ്രത്യേകിച്ച് കൊച്ചിയിലെയും ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ് മരട് അനീഷ്. വധശ്രമം, ഗുണ്ടാപിരിവ്, തട്ടിക്കൊണ്ടുപോകൽ, ആയുധം കൈവശം വെക്കൽ തുടങ്ങി നിരവധി ഗുരുതരമായ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. കാക്കിയിട്ടവരെ കാണുമ്പോൾ സാധാരണ ഏതൊരാൾക്കും അല്പം പേടിയുണ്ടാകും. എന്നാൽ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വകവയ്ക്കാത്ത ചില കൊടും ക്രിമിനലുകളുണ്ട്. മലപ്പുറത്ത് ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വധഭീഷണി മുഴക്കിയ ആളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മങ്കേരി സ്വദേശി മാതാ കബീറാണ് ബസ്സിലിരുന്ന് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ അതിക്രമം കാട്ടുകയും അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത്. കേസിൽ പ്രതി കബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ട്രാഫിക് ഡ്യൂട്ടിക്കിടെ കഴിഞ്ഞ ദിവസമാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്തത്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ മങ്കേരി സ്വദേശി കബീർ എന്ന മാതാ കബീറിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും വധഭീഷണി മുഴക്കുകയും അസഭ്യം പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. ഞായറാഴ്ച രാവിലെ വളാഞ്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്നതിനിടെയാണ് സംഭവം. പട്ടാമ്പി ഭാഗത്ത് നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു പ്രതി. പോലീസുകാരന് നേർക്ക് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എന്തോ വസ്തു എറിയുകയായിരുന്നു. പിന്നീട് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും വധിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ വളാഞ്ചേരി SI നിർമ്മലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതി മാതാ കബീറിനെ അറസ്റ്റ് ചെയ്തത്. മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കബീർ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. ഇനിയൊരു പ്രതിയുടെ ചിത്രം കാണിക്കാം. ആളുടെ പേരോ ഊരോ അറിയില്ല. എന്നാൽ ഇയാളുടെ മുഖമൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ലൈംഗിക വൈകൃതമുള്ള ഈ ക്രിമിനൽ സ്ത്രീകളെ എവിടെ കണ്ടാലും അതിക്രമം കാണിക്കും. തൃശ്ശൂരിൽ KSRTC ബസ്സിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ പ്രതിക്ക് വേണ്ടി കുന്നംകുളം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ജൂൺ 29 വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇയാൾ ഉപദ്രവിച്ച ഉടൻ യുവതി ബഹളം വെച്ചെങ്കിലും പ്രതി ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു ബസ്സിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ആ സമയത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് പ്രതിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതി തൃശൂർകാരനാണെന്ന് വ്യക്തമാക്കുന്ന യാതൊരു പ്രതികരണവും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതോടെ പ്രതിക്കായി കുന്നംകുളം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു. സാധാരണ സ്ത്രീകളെ അതിക്രമിക്കുന്ന കേസുകളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാറില്ലെങ്കിലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് അറിയിക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. മംഗളൂരു ബൈക്കമ്പാടിയിൽ പയ്യന്നൂരിലെ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിന് പിന്നിൽ ആരൊക്കെയാണ്? കേസിൽ 3 പേർ പിടിയിലായെങ്കിലും മലയാളികൾ ഉൾപ്പെടെ 13 പ്രതികൾ ഇപ്പോഴും ഇരുട്ടിന്റെ മറവിലാണ്. ഇതോടെ പ്രതികൾക്കായി പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസിൽ കണ്ണൂർ സ്വദേശി ഉൾപ്പെടെയുള്ള 3 പ്രതികൾ
കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി കാറുമായി കടന്ന് 20 ലക്ഷം രൂപ വിലയുള്ള 180 ഗ്രാം സ്വർണം കവർന്ന കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെ പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചു. മാഹി പള്ളൂരിലെ ഷിജിൻ ഗംഗാധരൻ, കണ്ണപുരം ചെറുകുന്നിലെ ശ്രീരാഗ് പാലോട്ടുകാവിൽ, കണ്ണൂർ അഴിക്കോട് ബീച്ച് റോഡിലെ വി മിഥുൻലാൽ, അഞ്ചരക്കണ്ടിയിലെ പി അതുൽ, വൈശാഖ്, പിണറായി മമ്പറത്തെ RK നജിൽ, മാട്ടൂർ പഴയങ്ങാടിയിലെ അജീർ തറയിൽ പീടികയിൽ, പയ്യന്നൂരിലെ ആഷിർ, പ്രണവ്, വിരാജ്പേട്ടയിലെ MN ഉബൈദ്, മടിക്കേരി ഹക്കത്തൂരിലെ ഫിറോസ് മൊയ്തു അബ്ബാസ്, മടിക്കേരി പൊന്നമ്പേട്ടിലെ സിയാദ്, സമീർ അലി അബ്ദുള്ള എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചത്. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് കമ്മീഷണർ സുധീർ കുമാർ റെഡ്ഡി പറഞ്ഞു. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെയുള്ള 3 പ്രതികൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത കണ്ണൂർ പാതിരിയാട് സ്വദേശി RK നിമിൽ, പ്രതികൾക്കു സഹായമൊരുക്കിയ കുടക് ഹക്കാത്തൂർ സ്വദേശി ഇർഷാദ്, മടിക്കേരി സ്വദേശി മുസ്തഫ എന്നിവരാണ് പനമ്പൂർ പോലീസിന്റെ പിടിയിലായത്. പയ്യന്നൂരിലെ ജുവലറി ഉടമയും സാംഗ്ലി സ്വദേശിയുമായ വികാസ് ധൻവാഡ്, ഭാര്യ രൂപാലി, മകൻ വിപുൽ എന്നിവരെയാണ് 3 കാറുകളിലായി എത്തിയ കവർച്ച സംഘം ആക്രമിച്ച് സ്വർണവും കാറുമായി കടന്നത്. ജൂൺ 29 പുലർച്ചെ ബൈക്കമ്പാടിയിലായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് കുടുംബം പയ്യന്നൂരിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ബൈക്കമ്പാടിയിലെത്തിയപ്പോൾ 2 ഇന്നോവ കാറുകളിലും സ്വിഫ്റ്റ് കാറിലുമായി എത്തിയ അക്രമി സംഘം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചുവെന്നാണ് കേസ്. കാറിനകത്തുണ്ടായിരുന്ന 20 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണമാണ് കവർന്നത്. 2 മൊബൈൽ ഫോണുകളും നഷ്ടമായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങളും കമൻറ്റുകളും ഒക്കെ കണ്ടതാണ്. ഇങ്ങനെ കമൻ്റ് ഇട്ടവരൊക്കെ കരുതിയിരിക്കുന്നത് നല്ലതാട്ടോ. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ കമൻ്റ് ഇട്ട മലപ്പുറം സ്വദേശിക്കെതിരെ UAPA ചുമത്തി. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായ പ്രതി നിലവിൽ റിമാൻഡിലാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ കമന്റ് പോസ്റ്റ് ചെയ്തെന്ന പരാതിയിലാണ് മലപ്പുറം ഐക്കരപ്പടി സ്വദേശി മുഹമ്മദ് സനൂഫിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത്. യുവമോർച്ച നേതാവ് അദീന ഭാരതി നൽകിയ പരാതിയെ തുടർന്നാണ് ഇടുക്കി മുട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിക്കെതിരെ UAPA ചുമത്തിയതായി പോലീസ് അറിയിച്ചു. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സനൂഫിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മുട്ടം പോലീസിന് കൈമാറുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ഒരാൾ സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കുന്നത് തെറ്റല്ല. എന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയും മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന അഹങ്കാരവുമാണ് പലരുടെയും നാശത്തിന് കാരണം. എല്ലാം എനിക്കറിയാമെന്ന ഭാവം പുതിയ അറിവുകൾ നേടുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും തടസ്സമാകും. എല്ലാവരെയുംക്കാൾ മികച്ചവനാകാൻ നിരന്തരം ശ്രമിക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടാണെങ്കിലോ അങ്ങനെയുള്ള വിജയം ശാശ്വതമല്ലെന്ന് ഓർത്താൽ നല്ലത്. ഇല്ലെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാം. അതൊരു പക്ഷേ നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം അഹങ്കാരവും അമിതമായ ആത്മവിശ്വാസവും എക്കാലത്തും മനുഷ്യൻ്റെ പതനത്തിന് കാരണമായിട്ടുണ്ട്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.